അതിനെ ദൈവത്തോടൊപ്പം ചേർന്ന് നിന്ന് പിന്നെ ഭയം കൂടാതെ അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോവുക ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ട് ഞാൻ കാണുന്നു. നന്ദി പറഞ്ഞിട്ടേ അകത്തോട്ട് കയറുള്ളൂ. നമ്മുടെ ആഗ്രഹം വിട്ടിട്ട് ജനങ്ങൾക്ക് വേണ്ടിയാണ് എല്ലാവരും. കാരണം പഴയ നമ്മൾ നോക്കുമ്പോൾ ദൈവം തിരഞ്ഞെടുത്തതെല്ലാം തന്നെ ജനങ്ങൾക്ക് വേണ്ടിയാണ്. ബൈബിളിലൂടെ നോക്കുമ്പോൾ പ്രവാചകന്മാരെല്ലാവരെയും വിളിച്ചത് ജനങ്ങൾക്ക് വേണ്ടി, എൻ്റെ ജനങ്ങളുടെ ഇടയിൽ ചെന്ന് ചെയ്യാനാണ് പറഞ്ഞത്, അല്ല തനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനല്ല പറയുന്നത്. കാത്തലിക് ഓക്സ് ന്യൂസിൻ്റെ ദ മീറ്റിംഗ് പോയിന്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ദ മീറ്റിംഗ് പോയിന്റിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് നെയ്യാറ്റിൻകര രൂപതയുടെ വികാരി ജനറൽ മോൺസിഞ്ഞൂർ ജി ക്രിസ്തുദാസ് അച്ഛനാണ്. തികഞ്ഞ സാമൂഹ്യ പ്രവർത്തകൻ, വിദ്യാഭ്യാസ വിചക്ഷണൻ. അച്ഛനെ പറ്റി അങ്ങനെ എന്തു പറഞ്ഞാലും മതിവരാത്ത വളരെയധികം വിശേഷണങ്ങൾക്ക് ഉടമയാണ് അച്ഛൻ. എന്തായാലും നമ്മോടൊപ്പം അച്ഛൻ ചേരുന്നു. നമസ്കാരം അച്ഛാ, നമ്മുടെ പരിപാടി. നമസ്തേ, താങ്ക് യു. അച്ഛൻ ആദ്യം തന്നെ ചോദിക്കുന്നു, അതെ, അച്ഛൻ 70ൻ്റെ നിറവിലാണ്. 70 കഴിഞ്ഞ് ചെറുപ്പക്കാരുടെ രീതിയിൽ ഓടിക്കൊണ്ട് ഈ കോവിഡ് കാലത്ത് ഒരല്പം പോലും വിശ്രമമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. 70 കഴിഞ്ഞ് നിൽക്കുന്ന അച്ഛന് ആദ്യം നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത് എന്താണ്? കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ പറയുകയാണെങ്കിൽ കോവിഡ് ആരും പ്രതീക്ഷിക്കാത്ത ഒന്നായിരുന്നു. നമ്മളും ലോകം ആരും തന്നെ പ്രതീക്ഷിക്കാത്ത ഒന്നായിരുന്നു ഈ COVID-19 എന്നുള്ള കൊറോണ വൈറസിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത്. കഴിഞ്ഞ പിന്നെ ഒരു മാർച്ചോട് കൂടിയാണ് നമ്മുടെ ഇവിടെ അതൊക്കെ കൂടുതൽ ഇത് വരുന്നത്. മാർച്ച് 23 ഇവിടെ എൻ്റെ ഇത് ലോക്ക്ഡൗണും മറ്റു കാര്യങ്ങളൊക്കെ അതിലേക്ക് വരുന്നത്. അതിനു മുമ്പ് ലോകത്തിൽ മൊത്തം ഡിസംബറോടുകൂടെ അതിൻ്റെ പിന്നെ വൈറസിൻ്റെ അഫെക്ഷനൊക്കെ തുടങ്ങി കഴിഞ്ഞിരുന്നു. പക്ഷേ ഇവിടെ വരുന്നത് പിന്നീടാണ്. പക്ഷേ ആരും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊക്കെ പോകുന്നു. ഇപ്പോഴും ആരും പ്രതീക്ഷിക്കാത്തൊരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. പക്ഷേ അതേസമയം പിന്നെ നമ്മൾ എല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടികൾ, ദൈവത്തിൻ്റെ ഛായ സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മളെല്ലാവരും തന്നെ. അതിൽ നമ്മളൊരു ദൗത്യം ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ദൗത്യം ഏത് സാഹചര്യത്തിലായിരുന്നാലും ഭയത്തോടുകൂടെ നിർവഹിക്കുക എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ട ഒന്ന് ആണ്. ഭയത്തോടെ കാണേണ്ട ഒന്നല്ല. പിന്നെ പക്ഷേ മറിച്ച് കാരണം ദൈവം നമ്മെ ഏൽപ്പിച്ച ഒരു ജോലി, ആ ഒരു ജോലി നമ്മളിതിനെ പൂർത്തീകരിക്കേണ്ട ഒന്നാണ്. മറ്റുള്ള ആർക്കും ഇപ്പോൾ ഇന്ന് ലോകത്തിൽ 275-80 കോടിയോളം ജനങ്ങൾ ഇന്നുണ്ട്. ഓരോരുത്തരും ഒരു ജോലി ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ഒരു ദൗത്യമായിട്ടാണ് നമ്മളെല്ലാവരും ഇങ്ങോട്ട് വരുന്നത്. യേശു വന്നത് അങ്ങനെ ഒരു ദൗത്യമായിട്ടാണ്. അവിടെ നിന്ന് അത് പൂർത്തീകരിച്ച് യാതൊരു ഭയവും കൂടാതെ ദൈവത്തോടൊപ്പം ചേർന്ന് നിന്ന് അത് പൂർത്തീകരിച്ച് അവിടെ നിന്ന് പിന്നെ തന്നെ ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ചു, നമുക്ക് വേണ്ടി സമർപ്പിച്ചു. ഇതാണ് ഞങ്ങൾ. നല്ല കുരിശിൻ്റെ രഹസ്യമാണ് എപ്പോഴും എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത്. അവിടെ പ്രതിസന്ധികൾ യേശുവിനുണ്ടായിരുന്നു. യേശു മനുഷ്യനായിട്ട് വന്ന യേശു 3 പ്രാവശ്യം കുരിശും കൊണ്ട് വീണു. പക്ഷേ അവിടെ കിടന്നില്ല, എഴുന്നേറ്റ് അതിനേക്കാളും പൂർണ്ണ ശക്തിയോടുകൂടി അവിടെ നിന്ന് ആ ദൗത്യം പൂർത്തീകരിക്കാൻ ഒരുങ്ങിയായിരുന്നു. അതുപോലെ ഏത് സാഹചര്യമായിരുന്നാലും അതിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഒന്നാണ്. അതിനെ ദൈവത്തോടൊപ്പം ചേർന്ന് നിന്ന് പിന്നെ ഭയം കൂടാതെ അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോവുക ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ട് ഞാൻ കാണുന്നു. അതിൽ നമ്മൾ പിന്നെ മടിച്ചു നിന്നാൽ തീർന്നു, മടിച്ചിരിക്കേണ്ട കാര്യം ഇല്ല അതിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ പ്രത്യേകിച്ച് കോവിഡ് വന്ന സമയത്തും ഞാൻ കുറച്ചുകൂടെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അനാവശ്യമായിട്ടുള്ള എല്ലാം തന്നെ ഒഴിവാക്കിയിട്ട് ആവശ്യമുള്ള കാര്യങ്ങളിലേക്ക് പോയി. അതേസമയം ഞാൻ ചെയ്യേണ്ട ജോലിയിൽ ഒരു കുറവും വരുത്താതെ തന്നെ അത് അതേപടി പിന്നെ ചെയ്യുന്ന ഒരു ശൈലിയാണ് ഞാൻ സ്വീകരിച്ചത്. അതിൽ എൻ്റെ മനസ്സിൽ ഇതുവരെ ഒരു ഭയം വന്നിട്ടില്ല. ഈ വൈറസ് നമ്മുടെ ഒപ്പം ഉണ്ട്, അത് തീർച്ചയായിട്ടും ഉണ്ട്. അതിന് നമ്മളങ്ങനെ ഭയപ്പെടേണ്ട ഒന്നല്ല, മറിച്ച് അതിനെ കണ്ട് ശ്രദ്ധാപൂർവ്വം വിവേകത്തോടെ തരണം ചെയ്ത് മുന്നോട്ട് പോകേണ്ട ഒന്നായിട്ട് ആണ് ഞാൻ കണ്ടതും കാണുന്നത്, ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ അതൊരു പിന്നെ ഒരു ഭയം നൽകിയ ഒന്നായിട്ട് ഇതിന് വന്നിട്ടില്ല. 70 വയസ്സ് അച്ഛനെ പൂർത്തിയാവുന്നത് കോവിഡിന് മുമ്പാണ്, കോവിഡിന് തൊട്ട് മുമ്പാണ് അതിൻ്റെ ആഘോഷങ്ങളൊക്കെ നടന്നത്. അപ്പോൾ ഈ ആഘോഷങ്ങൾക്കിടയിൽ അച്ഛൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ 70 ഇന്ന് കൗണ്ട് ഓൺ താഴോട്ടാണ് എനിക്ക് വരുന്നത്. 70, 60, 40, 50 എന്ന് പറഞ്ഞ് താഴോട്ട് വരെയാണ് എന്നാണ് അച്ഛൻ പറഞ്ഞത്. അപ്പോൾ അതിനകത്ത് വലിയൊരു സന്ദേശമാണ്. കാരണം
കൂടുതൽ പ്രവർത്തിക്കാൻ എനിക്ക് ഇനി ആരോഗ്യമുണ്ട്, തീർച്ചയായും പിന്നെ ഇനിയും ഒത്തിരി ദൂരം സഞ്ചരിക്കാനുണ്ട് എന്നുള്ളൊരു സന്ദേശമാണ്. അത് പൊതുവിൽ അച്ഛന് മാത്രം വരുന്നൊരു സന്ദേശമല്ല, എല്ലാവർക്കും ഊർജ്ജസ്വലരായിട്ട് പൊതുരംഗത്ത് നിൽക്കാൻ കൊടുക്കുന്ന ഒരു സന്ദേശം കൂടെയാണ്. ആ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് അച്ഛൻ പിന്നെ ഉള്ള പ്രവർത്തനങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ എങ്ങനെയാണ് ആ ഒരു സന്ദേശം അച്ഛന് കൊടുക്കാൻ സാധിച്ചത്? ഞാനത് പറഞ്ഞല്ലോ, അതായത് ദൈവം നൽകിയ ഒരു അനുഗ്രഹമാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അത് പിന്നെ ആ ജീവിക്കുന്നത് വരെ പിന്നെ ധന്യമായിട്ട് ജീവിക്കാൻ പരിശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഞാനിപ്പോൾ എൻ്റെ പ്രാർത്ഥന അത് തന്നെയാണ്. ഞാൻ പിന്നെ എപ്പോഴും ഞാൻ എഴുന്നേറ്റ് പിന്നെ ഇറങ്ങുമ്പോൾ എപ്പോഴും പള്ളിയിൽ വന്ന് 1 മിനിറ്റ് വന്നിട്ട് ഞാൻ പോവുള്ളൂ. വരുമ്പോഴും അങ്ങനെ തന്നെയാണ്, നന്ദി പറഞ്ഞിട്ടേ അകത്തോട്ട് കയറുള്ളൂ. ഒന്ന് കണ്ടിട്ട് പിന്നെ പള്ളിയിൽ കയറിയിട്ടൊന്ന് അത് എപ്പോഴും അത് തന്നെയാണ്. ഞാൻ ഇപ്പോൾ പിന്നെ ആഹാരം കഴിക്കാൻ വരികയാണെങ്കിൽ അതിന് മുമ്പായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് പിന്നെ തിരിച്ച് പോകുമ്പോഴത് തന്നെയാണ്. മുകളിലോട്ട് പോകുമ്പോൾ പിന്നെ ഇത് ഇറങ്ങി പിന്നെ കോളേജിലേക്ക് പോകുമ്പോൾ അത് തന്നെയാണ്. എവിടെ പോയാലും പോകുന്നു, ഉണ്ടായിരിക്കണം, കാത്തുകൊള്ളണം. ഇതൊക്കെ ഒരു സെൻറ്റൻസ് പറഞ്ഞിട്ടേ അങ്ങ് പോകുള്ളൂ. തിരിച്ച് വരുമ്പോൾ നന്ദി പറഞ്ഞിട്ട് തീർച്ചയായിട്ടും ഞാൻ പിന്നെ അങ്ങോട്ട് കയറാറുള്ളൂ. അപ്പോൾ അതിൽ ഞാൻ കാണുന്നത് തന്നെയാണ്. ഏത് സാഹചര്യം നമ്മൾ കൊച്ചുകുട്ടി മുതൽ ഇങ്ങനെ നമ്മൾ യുവത്വത്തിലേക്ക് കടന്ന് മുതിർന്നവരിലേക്ക് പോകുന്നു. അതിന് ഓരോ കാലഘട്ടത്തിൽ അതിൻ്റെ പ്രവർത്തന ശൈലിയൊക്കെ തീർച്ചയായിട്ടും പ്രവർത്തന രീതി നമുക്ക് തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ പ്രായമായി കഴിയുമ്പോൾ നമ്മൾ ഒതുങ്ങേണ്ടവരല്ല, ഒരിക്കലും ഒതുങ്ങേണ്ടവരല്ല. ഇപ്പോൾ നമ്മൾ ഈ കോവിഡിൻ്റെ കാലത്തിൽ ചിലർക്ക് പല രീതിയിൽ കാണുന്നവരുണ്ട്. ചിലർ അതോടുകൂടെ മുറിയിലേക്ക് ഒതുങ്ങിയവരുണ്ട്, ഒട്ടും ഇറങ്ങാത്തവരായിട്ട് തീർച്ചയായിട്ടും ഉണ്ട്. അതിന് ഞാൻ എപ്പോഴും കാണുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. അതായത് ദൈവം നമുക്ക് ജീവിതം എന്നാണ് ദൈവത്തിലേക്ക് എടുക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ദൈവത്തിൻ്റെ കാര്യങ്ങളാണ് അത്. നമ്മൾ എവിടെയായിരുന്നാലും, ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് മുറിയിലിരുന്നാലും, അല്ലെങ്കിൽ കോവിഡ് എന്ന് പറഞ്ഞ മുറിയിലിരുന്നാലും, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഒളിച്ചിരുന്നാലും വരേണ്ട സമയത്ത് തീർച്ചയായിട്ടും അത് പിന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. നമ്മുടെ ജീവിത അവസാനം എന്ന് പറയുന്നത് എപ്പോഴാണ്. അതുകൊണ്ട് തന്നെ അതിലൊരു ഭയക്കേണ്ട കാര്യമൊന്നുമില്ല. അതോടൊപ്പം നമുക്ക് ഞാൻ എൻ്റെ പ്രാർത്ഥന ഉള്ളത്, എനിക്ക് പിന്നെ ഇത് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം പ്രവർത്തിക്കാൻ അനുവദിക്കുക, ഒരു ഇതും കൂടാതെ പ്രവർത്തിക്കാൻ അനുവദിക്കുക, എന്നോടൊപ്പം അതാണ് എൻ്റെ ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി, കൂടുതൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരുടെ ജീവിതമായിരുന്നാലും നമ്മളെക്കാൾ ഉപരിയായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്, യാതൊരു സംശയമില്ല. നമുക്ക് ഇതിനേക്കാൾ ഉപരിയായിട്ട് കുടുംബത്തിൽ മാതാപിതാക്കളുടെ ജീവിതം എടുത്താൽ അത് തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. അവർ കിടന്ന് കഠിനാധ്വാനം ചെയ്യുന്ന ആർക്ക് വേണ്ടി? മക്കൾക്ക് വേണ്ടിയാണ്. പിന്നെ അവരുടെ ആരോഗ്യം എല്ലാം നഷ്ടപ്പെടുത്തുന്ന മക്കൾക്ക് വേണ്ടിയാണ്. അവരെന്തെങ്കിലും സമ്പാദിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അവർക്ക് മക്കൾക്ക് വേണ്ടിയാണ്, അവർക്കല്ലല്ലോ അവർ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുകയില്ല, പിന്നെ സാധിക്കുകയില്ല, മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. അപ്പോൾ അതുപോലെ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് നമ്മളെക്കാൾ ഉപരിയായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. അത് മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എല്ലാം അതിൽ നമുക്ക് നമ്മുടെ വിശ്വാസം, അടിസ്ഥാനം നമ്മുടെ വിശ്വാസം തന്നെയാണ്, അതിൽ വ്യത്യാസമൊന്നുമില്ല. അതിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് മറ്റു ചെയ്യാൻ പറ്റൂ. ഒരു നാണയത്തിൻ്റെ 2 വശങ്ങൾ പോലെ, ഒന്ന് നമ്മുടെ വിശ്വാസം, അതിൽ നിന്നുകൊണ്ട് അതിൻ്റെ അടുത്ത പ്രവർത്തനം, അതിൻ്റെ മറുവശം അതിൻ്റെ പ്രവർത്തനം, അത് ജീവിതത്തിൽ കാണിക്കേണ്ട ഒന്നാണ്. നമ്മുടെ വിശ്വാസം ജീവിതത്തിൽ കാണിക്കേണ്ട ഒന്നാണ് ഈ പ്രവർത്തനം എന്ന് പറയുന്നത്. അതിൽ ശക്തി നൽകുന്നത് നമ്മുടെ വിശ്വാസം, നമ്മുടെ ജീവിതം തന്നെയാണ്. അതിൽ നിന്ന് ശക്തി പ്രാപിച്ചുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അതിമനോഹരമായിട്ട് ചെയ്യാൻ പരിശ്രമിക്കുക. അതിൽ നമ്മളെപ്പോഴും ദൈവത്തോടൊപ്പമാണ്. ഒന്ന്, ദൈവം നമ്മോടൊപ്പമാണ്, ദൈവം എന്നോടൊപ്പം യാത്ര ചെയ്യുന്നു. അത് തന്നെയാണ് ഒരു ധൈര്യവും നമ്മുടെ എല്ലാം അത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അതിൽ എന്ത് പിഴവുണ്ടെങ്കിലും കൂടെ ദൈവം ഉണ്ടാവും. ഒരു പരിഹാരകനായിട്ട് നമുക്കെപ്പോഴും ദൈവം കൂടെ തീർച്ചയായിട്ടും ഉണ്ട്. ആ ഒരു ശക്തമായ ചിന്ത എൻ്റെ മനസ്സിൽ തീർച്ചയായിട്ടും ഉണ്ട്. എനിക്കൊരുപാട് കുറവുകൾ തീർച്ചയായിട്ടും ഉണ്ട്. അത് മനുഷ്യനാകുമ്പോൾ ഉണ്ടാകും. അതിനെ പരിഹരിക്കുന്ന ദൈവം എന്നോടൊപ്പം തീർച്ചയായിട്ടും ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ ഒരു ആത്മവിശ്വാസത്തോടുകൂടെ തന്നെ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഏത് കാര്യം ആയിരുന്നാലും ഒത്തിരിയേറെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ചിലപ്പോൾ ഒരുമിച്ച് ഒത്തിരിയേറെ പ്രശ്നങ്ങൾ വരാറുണ്ട്. അത് ഉണ്ടാകുമ്പോഴും നമ്മൾ വളരെ ഇതാണ് ഒരു സാധാരണ ഇതുപോലെ എടുത്തുകൊണ്ട് അതിൽ ടെൻഷൻ പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ടെൻഷൻ പിടിച്ചിട്ട് ഗുണവുമില്ല. അതിനെ നമുക്കൊന്നും ടെൻഷൻ പിടിച്ചാൽ നമ്മൾ താഴോട്ട് പോകുന്നതല്ലാതെ ഇതിനെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കില്ല. മറിച്ച് അതിന് ശാന്തമായിട്ട് ചിന്തിച്ച് പ്രവർത്തിച്ച് അതിജീവിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം
അതിൽ കൂടെ നമുക്ക് അതിൻ്റെ ഒരു സൊല്യൂഷൻസിലേക്ക് തീരുമാനങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കും എന്നുള്ളതാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ അത് വലിയ അനുഭവമായിട്ട് തീർച്ചയായിട്ടും ഉണ്ട്, യാതൊരു സംശയമില്ല അതിന് ഉണ്ട്. ഈ പൊതുവിൽ മോൺസിഞ്ഞോർ ക്രിസ്തുദാസിനെ കുറിച്ച് പറയുമ്പോൾ ഒന്ന് ഒരു വിദ്യാഭ്യാസ വിചക്ഷണൻ, വിദ്യാഭ്യാസത്തെ സ്നേഹിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ വിദ്യാഭ്യാസ പ്രവർത്തകൻ. രണ്ടാമത് സാമൂഹ്യ പ്രവർത്തകൻ, പ്രത്യേകിച്ച് നമ്മുടെ നെയ്യാറ്റിൻകര രൂപത സ്ഥാപിതമായി അല്ലെങ്കിൽ ആരംഭിച്ച ആ കാലം മുതൽ സോഷ്യൽ സർവീസിൻ്റെ രംഗത്തുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് രൂപതയെ വളരെയധികം മുന്നോട്ട് നയിക്കാൻ സാധിച്ച ഒരു വൈദിക ശ്രേഷ്ഠൻ, ഇങ്ങനെയൊക്കെ നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട്. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലെടുക്കുമ്പോൾ അങ്ങ് ഒരു കുന്നിൻ മുകളിൽ ഒരു കോളേജ് വെച്ചു, ഒരു കോളേജ് വരുന്നു. നമ്മളെ രൂപത തിരിഞ്ഞ് തിരുവനന്തപുരം രൂപതയിൽ നിന്ന് മാറി നെയ്യാറ്റിൻകര രൂപത എന്നുള്ളൊരു സംവിധാനം വരുമ്പോൾ വളരെ ദൂരെ കിട്ടുന്നു. നമ്മളതിനെ ഏത് രീതിയിൽ അച്ഛൻ ആ കോളേജിനെ കൊണ്ടുവരുന്നതിന്, ആ കോളേജിൻ്റെ പ്രവർത്തനങ്ങളെ കാണുന്ന ഒന്നാണ്. അതായത് എൻ്റെ കുടുംബം ഒരു അധ്യാപകൻ്റെ മകനാണ് ഞാൻ. എൻ്റെ പിതാവ് പിന്നെ എപ്പോഴും വിദ്യാഭ്യാസത്തിന് വളരെ പ്രാധാന്യം നൽകിയിരുന്നു. ഒരു അധ്യാപകനായതുകൊണ്ടായിരിക്കും. ഞാൻ പിന്നെ ആരും ജനിക്കാൻ എനിക്കൊരു ഭാഗ്യം ഉണ്ടായതുകൊണ്ട് ഞങ്ങളെല്ലാവരും മക്കളെല്ലാവരും പഠിച്ചവരായിട്ട് മാറി. എല്ലാവരും തന്നെയും ഒരു അധ്യാപകർ എന്ന് പറഞ്ഞാൽ പരിമിതമായിട്ടുള്ള വരുമാനം മറ്റൊക്കെ ഉള്ളു അന്നത്തെ കാര്യത്തിൽ പ്രത്യേകിച്ച്. പിന്നെ അപ്പോൾ അതിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഞങ്ങളെ കുടുംബത്തിലെ എല്ലാ മക്കളെയും അങ്ങേയറ്റം പഠിപ്പിക്കാൻ ശ്രമിച്ചു. അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും നന്നായിട്ട് പഠിക്കുന്നവരായിട്ട് മാറി. പല രീതിയിൽ പല നിലകളിൽ എത്താനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു, പിന്നെ എല്ലാവർക്കും തന്നെ. ഈ പൊതുവിൽ കോളേജുമായിട്ട് ബന്ധപ്പെട്ട അച്ഛൻ ഒത്തിരി സമയം കോളേജിൽ ചിലവഴിക്കുന്ന ഒരാളാണ്. കോളേജിനെ കുറച്ച് ചിട്ടയായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയൊക്കെയുള്ള വലിയ പരിശ്രമം ഉണ്ടാകുന്നുണ്ട്. എങ്ങനെ കോളേജിൽ അച്ഛൻ ആയിരിക്കുമ്പോൾ ഒരു എപ്പോഴും ഒരു സൈലൻസ് ഫീൽ ചെയ്യുന്ന അവിടെയുള്ള അധ്യാപകരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എപ്പോഴും ഒരു അച്ചടക്കമുള്ള ഒരു ക്യാമ്പസായിട്ട് മാറ്റാൻ അച്ഛൻ ശ്രമിക്കുന്നുണ്ടെന്ന്. എങ്ങനെ കോളേജിൽ ഇപ്പോൾ അച്ഛനൊരു വിദ്യാർത്ഥിയായി മാറുകയാണ് അവിടെ ചെല്ലുമ്പോൾ? തീർച്ചയായിട്ടും നമ്മൾ പിന്നെ അധ്യാപകനുമാണ്, വിദ്യാർത്ഥിയാണ്, അതോടൊപ്പം നമ്മൾ ഓർഗനൈസറുമാണ്. നമ്മൾ പിന്നെ എല്ലാ തരത്തിലും അത് സംരക്ഷിക്കേണ്ട ഒരാളാണ്. കംപ്ലീറ്റ് ഒരു പിന്നെ ചുമതല വെച്ചാൽ ഭംഗിയായിട്ട് കൊണ്ടുപോകുക എന്നുള്ള നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തെ ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമൊക്കെ മാറ്റുക. അത് പഠിക്കുന്ന കുട്ടികൾ അങ്ങേയറ്റം പഠിച്ച് മിടുക്കരായി. ഞാൻ എപ്പോഴും പറയുന്നതാണ്, നിങ്ങളിവിടെ ഒരു ഡിഗ്രി പഠിക്കാൻ വരുന്നൊരു കുട്ടി വരുമ്പോൾ പറയും നിങ്ങൾക്ക് 3 വർഷമുണ്ട്, ഇന്ന വർഷം നിങ്ങൾ അത് പഠിച്ച് പൂർത്തീകരിക്കും. അപ്പോഴും നിങ്ങൾ ഇതിനേക്കാൾ നല്ല ഗ്രേഡിൽ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഇറങ്ങണം. നല്ല നിങ്ങൾ ലക്ഷ്യം വയ്ക്കുന്ന, മാതാക്കൾ ലക്ഷ്യം വയ്ക്കുന്ന, അതുകൊണ്ട് ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്ന, ഞങ്ങൾക്ക് അഭിമാനമുള്ള സ്ഥലങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കണം. അത് വെച്ചുകൊണ്ടായിരിക്കണം പഠിക്കണം. അതിന് നിങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കണം. അങ്ങനെ കൂട്ടുകാരെല്ലാം അതിൽ ഇതിലായിരിക്കണം. ഈ സാഹചര്യമെല്ലാം അങ്ങനെ പ്രയോജനപ്പെടുത്തുന്നതായിരിക്കണം. അധ്യാപകർ പഠിപ്പിക്കുന്നതിൽ അങ്ങനെ ആയിരിക്കണം. ലൈബ്രറി എല്ലാം അങ്ങനെ ഉപയോഗിക്കുന്ന വിധത്തിലായിരിക്കണം. ലാബുകൾ അങ്ങനെ ഉപയോഗിക്കുന്ന വിധത്തിലായിരിക്കണം. ആനുകാലികമായിട്ടുള്ള കാര്യം കൊണ്ട് നിങ്ങൾ പഠിച്ച് അതിലൂടെ പ്രബുദ്ധത നേടി വലിയതാക്കണം. ഈ ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ ആണ് വിദ്യാഭ്യാസത്തെ നടത്തുന്ന. ആദ്യം മുതൽ 89 സ്ഥലം വാങ്ങുന്നു. പിന്നീട് 92 ഞങ്ങൾ കുറച്ചുകൂടെ സ്ഥലം വാങ്ങിച്ച് കോളേജിന് അപേക്ഷിക്കുന്നു. 95 കോളേജ് കിട്ടുന്നു. അതുമുതൽ ഇതുവരെ 25 വർഷം പൂർത്തിയാകുമ്പോൾ അഭിമാനമുണ്ട്. ഒരു സൽപ്പേര് തീർച്ചയായിട്ടും അതിനുണ്ട്. അച്ചടക്കമുള്ള, ഡിസിപ്ലിനുള്ള, അതോടൊപ്പം കുട്ടികളെ സംരക്ഷിക്കുന്ന, അവർക്ക് വേണ്ടി വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്ന ഒന്നായിട്ട്, പണമുണ്ടാക്കുന്നതല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് അവർക്ക് വേണ്ടി മാത്രം നിലനിൽക്കുന്ന ഒന്നായിട്ട് അതിന് എപ്പോഴും ജനങ്ങളും ആൾക്കാരും കുട്ടികളും കാണാറുണ്ട്. അപ്പോൾ അതിന് നേതൃത്വം നൽകുന്ന ഒരാളായിട്ട് തീർച്ചയായിട്ടും മാറുക ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അത് ശ്രദ്ധാപൂർവം ചെയ്യാനായിട്ട് ഞാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നു. ഈ പൊതുവിൽ ഈ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ സാമൂഹ്യ പ്രവർത്തനം ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് അച്ഛനെ സംബന്ധിച്ചിടത്തോളം. ഈ കാരുണ്യ എന്ന് പറഞ്ഞൊരു പദ്ധതി, കാരുണ്യ എന്ന് കേൾക്കുന്നതിന് നമ്മൾ ഈ KM മാണി സാറ് തുടങ്ങി വെച്ച ഒരു പരിപാടിയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ ഒരു കാരുണ്യത്തിൻ്റെ സ്പർശമുള്ള ഒരു സാമൂഹ്യ പ്രവർത്തനമാണ്. അപ്പം കാരുണ്യം എന്താണ് എന്നറിയാൻ പലർക്കും ആഗ്രഹമുണ്ടാകും. അച്ഛൻ ഈ കാരുണ്യയുടെ ആ പദ്ധതി എങ്ങനെയാണ് നടപ്പിലാക്കുന്നത്? ഞാൻ ഇങ്ങനെ എന്നെ കാണാനായിട്ട് ഒത്തിരി പേര് വരാറുണ്ട്. പ്രത്യേകിച്ച് ആദ്യത്തെ ഇടവ മുതൽ ഇങ്ങോട്ട് ഒത്തിരി പേരാണ് വരുന്നവരധികവും പാവപ്പെട്ടവരുമാണ്, സഹായം ആഗ്രഹിച്ചുകൊണ്ട് വരുന്നവരുമാണ്. അപ്പോൾ ഈ വരുന്നവരെ ഞാൻ അങ്ങനെ വരുന്നവരെ വെറുതെ ആയിട്ട് വിടാനായിട്ട് ഞാൻ ഒരിക്കലും താല്പര്യപ്പെട്ടില്ല. എന്തെങ്കിലും അവർക്ക് ഒന്നിൽ എന്നിലൂടെ അല്ലെങ്കിൽ മറ്റിലൂടെ ഞാൻ അതിൽ കൂടുതലും
ഈ വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വരാറുണ്ട്. അതോടൊപ്പം താൽക്കാലിക സഹായങ്ങളായിട്ടുള്ള ഇതും വരാറുണ്ട്. അങ്ങനെയാണ് എൻ്റെ മനസ്സിൽ 2017 ഇങ്ങനെ ഒരു കാരുണ്യ ഒരു പദ്ധതി തുടങ്ങിയാൽ കൊള്ളാമെന്ന്, ഫാമിലി അഡോപ്ഷൻ സ്കീമെന്ന് പറയുന്നത് തുടങ്ങിയാൽ കൊള്ളാമെന്ന് എൻ്റെ മനസ്സിൽ ചിന്ത വന്നത്. അന്ന് ഇവിടെ നെയ്യാറ്റിൻകര ജോസ് എന്ന് പറയും, കാർത്തിക ഗ്രാനൈറ്റ് ജോസ് എന്ന് പറയുന്ന സാധനം, അദ്ദേഹത്തെ ഒന്ന് സമീപിച്ചു. അദ്ദേഹം 5 കുടുംബങ്ങളെ ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഓരോ മാസം 1000 രൂപ വെച്ച് അവർക്ക് എത്തിക്കുന്ന, അവരുടെ വീട്ടിലെത്തിക്കുന്ന ഒരു പരിപാടിയാണ്. ഏറ്റവും യോഗ്യരായിട്ടുള്ള പാവപ്പെട്ടവരെ എടുത്ത് ആണ് അത് ചെയ്യുന്നത്, അത് സഹായിക്കണമെന്ന് പറഞ്ഞാൽ അത് 5 തന്നു. ഇന്നത് വളർന്ന് 231 കുടുംബങ്ങളെ സഹായിക്കുന്ന ഒന്നായിട്ട് അത് മാറി. അതിൽ ഏറ്റവും പാവപ്പെട്ട ഒന്ന് അപ്പനമ്മ ഇല്ലാത്ത കുട്ടികൾ ഒത്തിരിയേറെ ഉണ്ട്, അവരെ സഹായിക്കുന്നു ഈ ഇതിലൂടെ. ഒരു മാസം 2,31,000 രൂപ ആകുന്നു. പിന്നെ ഓഫീസ് എക്സ്പെൻസായിട്ട് 15,000 രൂപ, അപ്പോൾ 2,50,000 രൂപ ഓരോ മാസവും കണ്ടെത്തി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം അവരുടെ ബാങ്കിൽ അക്കൗണ്ടിലെല്ലാം ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ നേരിട്ട് അവർ വന്ന് വാങ്ങിയല്ല, അവരുടെ ബാങ്കിൽ അക്കൗണ്ടിലേക്ക് എല്ലാ മാസവും 5-6 തീയതി അടുത്തവർക്കും ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിലൂടെ ഈ ഒത്തിരി ഡയാലിസിസ് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി ഹിന്ദുസ് ഉണ്ട്, മുസ്ലിംസ് ഉണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്, ഒരു 3 പേരും ഉണ്ട്. ആര് വന്നാലും യോഗ്യരെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളെടുക്കും. പ്രത്യേകിച്ച് ഡയാലിസിസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒത്തിരി പേരുണ്ട്. ഒരാഴ്ചയിൽ 3 ഡയാലിസിസ് എന്ന് പറയുമ്പോൾ 5,000 രൂപയ്ക്ക് കുറഞ്ഞതാകും. വീട് പോലും ഇല്ലാത്തവരായിട്ടുള്ളവരുണ്ട്. ഞാൻ ചിന്തിക്കാറുണ്ട്, ഇവരെങ്ങനെ ഇത് മാനേജ് ചെയ്യുന്നു, എങ്ങനെ ഇത് കടന്നു. നമ്മൾ ചിന്തിക്കുക, നമ്മൾ കൊടുക്കുന്ന 1000 രൂപയാണ്, പക്ഷേ അവർക്ക് ഒരു 5,000 രൂപയിൽ അവർ തീർച്ചയായിട്ടും ആകും, അത് ഉറപ്പാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഇങ്ങനെ വരുമ്പോൾ അത് അർഹരെന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെ വെറുതെ വിടാനായിട്ട് പ്രത്യേകിച്ച് ഈ കൊറോണ വന്നു കഴിഞ്ഞപ്പോഴും നമ്മുടെ ഇവിടെ ഈ കാഴ്ചയില്ലാത്ത ഒത്തിരി പേരുണ്ട്. ഞാനത് പിന്നീടാണ് അവർ ഫീൽഡിലേക്ക് കടക്കുന്നത്. അവർ കാഴ്ചയില്ലാത്ത 2 പയ്യന്മാരെ ഞാൻ സഹായിച്ചുകൊണ്ടിരുന്നു പഠിക്കാനായിട്ടും. അവരിങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, അച്ഛാ ഇങ്ങനെ ഒരു ഇതുണ്ട്, കാഴ്ചയില്ലാത്ത ഒത്തിരി പേര് ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൽ അവരിപ്പോൾ അതിൽ 100-ലധികം പേരുണ്ട്. അതിൽ 60-ഓളം പേര് വേറെ ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത, അതായത് ഭിക്ഷയാചിച്ചും ലോട്ടറി വിറ്റും കഴിഞ്ഞവരാണ്. പക്ഷേ അവർക്കൊന്നും ഇപ്പോഴില്ല, എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ അവസാനം നെറ്റ്സിൻ്റെ ഡയറക്ടറുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ അവർക്കൊരു ഓണത്തിന് മുമ്പ് ഒരു കിറ്റൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് അവരിൽ കുറച്ച് പേരെ, ഇപ്പോൾ 10-15 പേരോളം അവരെ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഇനിയും നമ്മുടെ ഇത് മാറി വരുമ്പോൾ ഇതിനെ ഒരു 500 പേരെങ്കിലും ആകുന്ന ഒന്നായിട്ട് വലിയൊരു പ്രസ്ഥാനമായിട്ട് മാറ്റണമെന്ന് എനിക്കുണ്ട്. ഞാൻ അർഹത ഉള്ളവരെ സഹായിക്കുന്നതായിട്ട്, അല്ലാതെ വേറെ ഒന്നുമല്ല, അല്ലാതെ വെറുതെ അങ്ങനെയല്ല, മാറ്റണമെന്നുണ്ട്. അപ്പോൾ അതിന് ഇത് നമ്മൾ സമീപിക്കുന്ന ആൾക്കാർ മിക്കവാറും എല്ലാവരും തന്നെ സഹായിക്കാൻ സന്മനസ്സുള്ളവരാണ്. മിക്കവാറും എല്ലാവരും നമ്മൾ സമീപിക്കുമ്പോൾ ചിലപ്പോൾ ഒത്തിരി പേര് വിളിക്കും, 2,000 പേരെ വിളിക്കുമ്പോൾ ഒക്കെയാണ് ഒരു 100 ഇത് കിട്ടുന്നത്. എന്നാലും അത് സാരമില്ല, അതിൽ കുഴപ്പമൊന്നുമില്ല. വിളിച്ച് താല്പര്യമുള്ള ഞാൻ തരുന്നു. ഇതിൽ കൂടെ 2 കാര്യങ്ങളാണ് ഞാൻ മനസ്സിൽ ചിന്തിക്കുന്നത്. ഒന്ന്, നിങ്ങളുടെ ഈ സാഹചര്യത്തിൽ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട്, നിങ്ങളുടെ ഈ ആവശ്യതയിൽ, വേദന, ദുഃഖത്തിൽ നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് എന്നൊന്ന് അവരോട് പറയുക. 2, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 3-മതായിട്ട് ചെറിയൊരു സഹായം ഈ ഒരു അവസരം നിങ്ങൾക്ക് തരുന്നു. ഇതാണ് നമ്മൾ അതിലൂടെ വിഭാവനം ചെയ്യുന്നത്. അത് നന്നായിട്ട് പോകുന്നു. പിതാവിനെ എടുക്കുമ്പോൾ പിതാവ് അച്ഛനും അതുപോലെ തന്നെ ഫ്രാൻസ് സേവ്യർ അച്ഛനും ഒരുമിച്ച് ക്ലാസ്മേറ്റ്സ് ആയിട്ട് വളർന്നു വന്നവരാണ്, അല്ലെങ്കിൽ പഠിച്ചു വന്നവരാണ്. അപ്പോൾ പിതാവ് ഈ കോവിഡ് കാലത്താണ് 70 വയസ്സിലേക്ക് കടന്നത്. അപ്പോൾ അച്ഛൻ കുറച്ച് മുമ്പ് കടന്നു. എങ്ങനെയാണ് പിതാവുമായിട്ടുള്ള ഒരു ബന്ധം എങ്ങനെ സൂക്ഷിക്കുന്നു, എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? ഞങ്ങൾ ശരിക്കും 64-ൽ 8-ാം ക്ലാസ്സിലാണ് ഞങ്ങൾ ആരംഭിക്കുന്നത്. 8-ാം ക്ലാസ്സിൽ ഞാൻ പഠിച്ച് ഒരുമിച്ച് തുടങ്ങി. ഇപ്പോൾ 56 വർഷം ആകുന്നു ഞങ്ങൾ. അതുപോലെ ഞങ്ങൾ തമ്മിൽ നല്ലൊരു ആത്മബന്ധം ഞങ്ങൾ 3 പേരും തമ്മിൽ ഉണ്ട്. അത് എപ്പോഴും കുടുംബങ്ങളുമായിട്ട് അതിലൂടെ ഞങ്ങൾ നല്ലൊരു ബന്ധം തീർച്ചയായിട്ടും ഉണ്ട്. അത് പിന്നീട് വൈദികനായി, പിന്നീട് അദ്ദേഹം ബിഷപ്പായി. ഞാൻ നമ്മളിവിടെ ഉണ്ട്, വൈദികരായിട്ടിവിടെ കൂടെ പ്രവർത്തകരായിട്ട് കൂടെ ഉണ്ട്. ക്ലാസ്മേറ്റാണ്, പക്ഷേ അതേസമയം ബിഷപ്പാണ്. അതുകൊണ്ട് തന്നെ ബിഷപ്പിൻ്റെ യാതൊരു ബഹുമാനവും പൂർണ്ണമായിട്ടും നൽകുന്ന ഒരാളാണ് ഞാൻ, ബിഷപ്പ് എന്നുള്ള രീതിയിൽ. അദ്ദേഹത്തിൻ്റെ ആ പദവിയുടെ ഇതിൽ നൽകുന്ന ഒരാൾ. അത് പുള്ളിയുടെ സഹപ്രവർത്തകനാണ് ഞാനിപ്പോൾ വിക്കർ ജനറലാണ്. അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട്. അത് വരുമ്പോൾ പിന്നീട് ബിഷപ്പ് ഒരു വശത്ത്, അതിനേക്കാൾ ഉപരിയായിട്ട് രൂപതയുടെ ഒരു ഭൂപ്രകൃതി എടുക്കുകയാണെങ്കിൽ പാറശാല മുതൽ വാമനപുരം വരെ നീണ്ടു കിടക്കുന്ന ഒരു വലിയ ഭൂപ്രകൃതിയാണ്.
അതുപോലെ തന്നെ വിശ്വാസികളും വിശ്വാസപരമായിട്ട് മുന്നേറിയ ഒത്തിരി പ്രദേശങ്ങളുണ്ട്. ഇപ്പോഴും വിശ്വാസം കുറച്ചൊക്കെ കുറവുള്ള സ്ഥലങ്ങളും നമ്മുടെ അത് വളർന്നു വരുന്ന സ്ഥലമുണ്ട്. അപ്പോൾ പൊതുവിൽ എങ്ങനെയാണ് നമ്മുടെ രൂപതയിലുള്ള വൈദികരെയും അതുപോലെ തന്നെ അൽമായരെ അച്ഛൻ കാണുന്നത്? അതെ, വൈദികർ എന്ന് പറയുമ്പോൾ ദൈവം തിരഞ്ഞെടുത്ത ആൾക്കാരാണ് വൈദികർ, എന്നെപ്പോലെ തിരഞ്ഞെടുത്ത ആൾക്കാർ. അതുകൊണ്ട് തന്നെ അവരെ ഞാൻ വളരെ എന്താണ് ബഹുമാനത്തോടെയാണ് കാണാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഞങ്ങളെല്ലാവരും തന്നെ ഒരു ദൗത്യം ഏറ്റെടുത്തവരാണ്. അതുകൊണ്ട് ആ ദൗത്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ ദൈവം ഒരു ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട്. വൈദികനായാലും അത് തന്നെയാണ്, കുറച്ചുകൂടെ അർത്ഥവത്തായ ദൗത്യം പൂർത്തീകരിക്കാൻ ഏൽപ്പിച്ചവരാണ്. പ്രത്യേകിച്ച് ജനങ്ങൾ തിരഞ്ഞെടുത്ത് ഇങ്ങോട്ട് വ്യത്യസ്തരായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നവരാണ്. അതുകൊണ്ട് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു വ്യത്യസ്ത ദൗത്യമാണ്. അത് നമ്മൾ കുറച്ചുകൂടെ പൂർണ്ണതയിൽ നിർവഹിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ ഞാൻ ബഹുമാനത്തോടെ ആദരവോടെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അവരുടെ വ്യക്തിത്വം, വ്യക്തി സ്വാതന്ത്ര്യം ഇതെല്ലാം ആദരിക്കുകയും അതോടൊപ്പം അവർ വൈദികൻ എന്ന തരത്തിൽ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി ഭംഗിയായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഞാനും ചെയ്യണം, മറ്റുള്ളവരും അതുപോലെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. നമ്മുടെ ആഗ്രഹം വിട്ടിട്ട് ജനങ്ങൾക്ക് വേണ്ടിയാണ് എല്ലാവരും. കാരണം നമ്മൾ നോക്കുമ്പോൾ ദൈവം തിരഞ്ഞെടുത്തതെല്ലാം തന്നെ ജനങ്ങൾക്ക് വേണ്ടിയാണ്. ബൈബിളിലൂടെ നോക്കുമ്പോൾ പ്രവാചകന്മാരെല്ലാവരെയും വിളിച്ചത് ജനങ്ങൾക്ക് വേണ്ടി, എൻ്റെ ജനങ്ങളുടെ ഇടയിൽ ചെന്ന് ചെയ്യാനാണ് പറഞ്ഞത്, അല്ല തനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനല്ല പറയുന്നത്. അപ്പോൾ അത് എൻ്റെ മനസ്സിൽ ഉണ്ട്. ഒന്ന് രണ്ടാമത് ദൈവം വിളിച്ചതാണ്. അപ്പോൾ ആ വിളിയിൽ വിശ്വസ്തനായിട്ട് നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാം. മൂന്നാമതായിട്ട് അജപാലകരാണ്. അപ്പോൾ അതുകൊണ്ട് ആ ദൗത്യത്തിനാണ് കൂടുതൽ പ്രാധാന്യം, അല്ല എൻ്റെ സ്വന്തം കാര്യങ്ങൾക്കും മറ്റൊന്നിനും വേണ്ടിയല്ല. ആ അജപാലന ദൗത്യം ജനങ്ങൾക്ക് വേണ്ടി ഞാൻ എപ്പോഴും ഒരു വൈദ്യടുത്ത് പറയുമ്പോഴും ഇപ്പോഴൊക്കെ മീറ്റിങ്സ് നടക്കുന്ന അച്ഛന്മാർ പറയുന്നത് ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് അവരുടെ ജനങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കണം. അവർക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കാൻ അതിന് സാധിക്കുന്ന ഒരു മനസ്സോടുകൂടിയുള്ള പ്രവർത്തനമായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ വൈദികരെ സപ്പോർട്ട് ചെയ്യാൻ നമ്മളെ ഉള്ളൂ. അവർക്ക് കുറവുണ്ട്, നന്മയുണ്ട്, തിന്മയുണ്ട്, ഓട്ടങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം പരിഹരിച്ച് പോകണം. പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കാൻ കഴിയുന്നിടത്തോളം ഞാനവിടെ ഉണ്ടാകും. ഒരാൾക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മളെ ഉള്ളൂ, വൈദ്യർക്ക് നമ്മളെ ഉള്ളൂ. മറ്റൊരാൾ ഉപരിയായിട്ട് ഞാൻ അവിടെ പോകാനായിട്ട് എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരാൾ ചില കൊണ്ടുപോകുന്നതോടൊപ്പം ഞാൻ കൂടെ എപ്പോഴും അവരുടെ അവർക്ക് വേണ്ടി കരുതലോടുകൂടെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ആ രീതിയിലാണ് നമ്മുടെ നല്ല വൈദിക ബന്ധത്തിൽ എപ്പോഴും വൈദിക സുഹൃബന്ധം എപ്പോഴും ഉറപ്പിക്കാൻ, വലിയൊന്നും ചെറിയൊന്നും വ്യത്യാസമില്ലാതെ അവരായിട്ട് ഉറപ്പിക്കാനും അവരായിട്ട് സഹകരിക്കാനും അവരായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കാനും ഒരുമിച്ച് പോകാനും അങ്ങനെ ഒരുമിച്ച് മുന്നോട്ട് നീങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ രാഷ്ട്രീയപരമായിട്ട് നമ്മുടെ രൂപത മറ്റ് 12 നമ്മൾ മൊത്തം 12 രൂപതകൾ എടുക്കുമ്പോഴും 11 രൂപതകളിൽ നിന്നും കുറച്ച് വ്യത്യസ്തമാണ് നെയ്യാറ്റിൻകര രൂപത. കാരണം രാഷ്ട്രീയമായിട്ട് കുറച്ച് കരുത്തുള്ള ഒരു രൂപതയാണ്. അപ്പോൾ ഇനിയിപ്പം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുന്നു, അടുത്ത വർഷം ഒരു തെരഞ്ഞെടുപ്പ് വർഷത്തിലേക്ക് പോകുന്നു. എങ്ങനെയാണ് നമ്മുടെ ഒരു രൂപതയുടെ ഒരു നിലപാടുകൾ എങ്ങനെയായിരിക്കും രാഷ്ട്രീയത്തിൽ? അതെ, ഒരു ജനത്തിൻ്റെ വളർച്ചയിൽ അതിൻ്റെ പൂർണ്ണതയിലേക്ക് പോകുന്നത് രാഷ്ട്രീയമായിട്ടും പ്രബുദ്ധതയുള്ള നേതാക്കന്മാരുടെ ഒരു ജനസമൂഹം ഉണ്ടാകുമ്പോഴാണ്. കാരണം നമ്മുടെ കാര്യങ്ങൾക്ക് നമ്മുടെ അവകാശങ്ങൾ നേടാനായിട്ട് നമ്മുടെ ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ അവിടെ നേടിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെ എല്ലാ ജനങ്ങളും അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മുടെ ആൾക്കാർ നേതൃത്വത്തിലേക്ക് നിർബന്ധമായിട്ട് മാറണം. അത് തന്നെയാണ് ഏറ്റവും ആത്യന്തികമായിട്ട് നമ്മുടെ മനസ്സിലുള്ളത്. അത് വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ആദ്യം മുതൽ എൻ്റെ മനസ്സിൽ വന്നിട്ടുള്ളത്. ആ പ്രവർത്തനങ്ങൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നു, അതിലും നമ്മുടെ ആൾക്കാർക്ക് അർഹമായിട്ടുള്ള പ്രാധാന്യം മറ്റുള്ളവർ നൽകണം എന്ന് ചിന്തിക്കുകയും അത് മനസ്സിലൂടെ അത് മറ്റുള്ളവരോട് പറയുകയും അത് പറഞ്ഞ് മറ്റ് നേതാക്കന്മാരുടെ അടുത്ത് അത് പ്രകടമാക്കി അർഹമായിട്ട് നൽകണമെന്ന് പറഞ്ഞു പോവുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അത് ഈ വരുന്ന ഇലക്ഷൻ്റെ നിലപാട് എന്തായിരിക്കും എന്നുകൂടെ പറഞ്ഞാൽ അത് ആഗ്രഹമുള്ളവർ കാണും. ചിലപ്പോൾ ഒരു നിലപാട് രൂപതയ്ക്കൊരു നിലപാടുണ്ടോ എന്നൊക്കെ ചിലപ്പോൾ ചിന്തിക്കുന്നവർ കാണും. അതെ, രൂപത അതായത് ഇവിടെ ഇപ്പോൾ പല പാർട്ടികളുമുണ്ടല്ലോ. അതിലൂടെ ഇപ്പോൾ നമ്മുടെ ജനങ്ങളെ വളർത്തുന്ന സമീപനമുള്ള ആളുകൾ നേതൃത്വത്തിലേക്ക് വരണം. ഏറെ പ്രത്യേകിച്ച് ഈ എല്ലാവരും പറയുന്നത് പിന്നോക്ക സമുദായത്തിന് വേണ്ടിയാണ് ഞങ്ങൾ നിലനിൽക്കുന്നത്. പക്ഷേ അതൊന്നും ഇവിടെ കാണുന്നൊന്നുമില്ല, പ്രവർത്തനങ്ങൾ അത് കാണുന്നൊന്നുമില്ല. പിന്നോക്ക സമുദായത്തിൻ്റെ വളർച്ചയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ആരും ശ്രദ്ധിക്കാത്ത ജനങ്ങളുടെ വളർച്ചയെന്ന് പറയുന്നത്. അതായത്
ഒരു രാഷ്ട്രത്തിൽ പിന്നെ ഇപ്പോൾ ഇന്ത്യയിൽ 138 കോടിയിൽ അല്പോടെ ജനങ്ങൾ ഇന്നിവിടെ ഉണ്ട് ഇന്നത്തെ കണക്കനുസരിച്ച്. അപ്പോൾ അതിൽ ഒരു 85% പിന്നെ ഇത് ഈ താഴ്ന്ന ഇതിലുള്ളവരാണ്, സാമ്പത്തികമായിട്ട് താഴ്ന്നവരാണ്, വിദ്യാഭ്യാസപരമായിട്ട് മറ്റെല്ലാത്തിനും താഴ്ന്നവരാണ്. അതിലൊരു 40% അടുത്ത് ഈ പിന്നെ ഈ ഇതാണ് പിന്നെ നമ്മൾ ഇത് പറയുമല്ലോ പിന്നെ സമരമല്ല, നമ്മൾ ഈ ഏറ്റവും താഴ്ന്ന അത് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന അവരാണ് 40%. മറ്റൊരു കുറച്ചുകൂടെ ഉയർന്ന ഇതിലാണ്. പക്ഷേ ഇവരുടെയൊക്കെ പടിപടിയായിട്ടുള്ള ഉയർച്ചയിലൂടെ മാത്രമേ ഇന്ത്യയെ ഒരു സമ്പന്ന രാഷ്ട്രമെന്ന് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് അവരുടെ വളർച്ചയിലൂടെ മാത്രമേ നമുക്ക് സമ്പന്നത കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ ഇന്ന് കാണുന്ന മുഴുവൻ ഈ സാമ്പത്തികമുള്ളവർ കൂടുന്നു, പിന്നെ മറ്റൊരു പിന്നെ വീണ്ടും അതും കൂടുന്നു. അല്ല, സാമ്പത്തികം ഉള്ള കുറച്ച് പേരുടെ സമ്പത്ത് കൂടുന്നു, മറ്റുള്ളവർ ദരിദ്രരായിട്ടുള്ളവർ ആ ദരിദ്രരുടെ എണ്ണവും ഇന്ന് കൂടുകയാണ്. അപ്പോൾ അവരെല്ലാ തരത്തിലും വളർത്തുക എന്നുള്ള ലക്ഷ്യമായിരിക്കണം നേതൃത്വത്തിൽ നിൽക്കുന്നവരുടെയും അതോടൊപ്പം സാമൂഹ്യ പ്രവർത്തനങ്ങൾ നേതൃത്വത്തിൽ നിൽക്കുന്നവരുടെയും ലക്ഷ്യം അത് തന്നെയായിരിക്കും. ഇത് മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കണം പ്രവർത്തിക്കേണ്ടത് എന്നാണ് എനിക്ക് പിന്നെ പറയാനുള്ളത്. പക്ഷേ അത് പ്രവർത്തനത്തിൽ പലപ്പോഴും കാണുന്നില്ല. ഈ കോവിഡ് കാലത്ത് വിശ്വാസപരമായിട്ടൊരു വലിയ തകർച്ച സംഭവിച്ചിട്ടുണ്ട്. അത് ചിലർ പറയും ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയും. പക്ഷേ യാഥാർത്ഥ്യം അതാണ്. വിശ്വാസപരമായിട്ട് പള്ളിയിൽ പോകാൻ സാധിക്കുന്നില്ല, അവരുടെ ദൈനംദിന ദിവ്യബലികളിൽ പങ്കെടുക്കാൻ സാധിക്കുന്നില്ല, ഒരു പിന്നോട്ട് പോക്ക് എന്തായാലും ഉണ്ട്. അപ്പം രൂപതയുടെ ഒരു അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ രൂപതയുടെ ഒരു വികാരി ജനറൽ എന്നുള്ള നിലയിൽ നമുക്ക് ഈ കോവിഡാനന്തരം എന്തെങ്കിലും ഒരു പ്രത്യേകത അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാറ്റം വിശ്വാസപരമായിട്ടുള്ള മുന്നോട്ട് പോക്കിന് ആലോചിക്കുന്നുണ്ടോ രൂപത? ഞാനതിനെ കാണുന്നത് ഈ കലാകാലങ്ങൾ ഇതുപോലുള്ള പ്രതിസന്ധികൾ വന്നിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ. ഇപ്പോഴും പിന്നെ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പ്രതിസന്ധി ഇങ്ങനെ വരുന്നത്. പക്ഷേ ഇതെല്ലാം അതിജീവിച്ച് പോകുന്ന വഴികളും മാർഗങ്ങളും ദൈവം തന്നെ നമുക്ക് തീർച്ചയായിട്ടും തെളിയിച്ച് തരും. അത് യാതൊരു സംശയമില്ല. നമ്മളൊക്കെ ഇപ്പോൾ പിന്നെ ഈ പീഡനങ്ങളൊക്കെ ഉണ്ടായ കാലഘട്ടം ഉണ്ടല്ലോ. മനുഷ്യർ പുറത്ത് വരാതെ അടിയിൽ പിന്നെ ഭൂമിക്ക് അടിയിൽ കഴിഞ്ഞവരുണ്ട്, ഭയത്തോടെ കഴിഞ്ഞവരുണ്ട്, അല്ലാത്ത പിന്നെ ഇത് പുറത്ത് വരുന്നവരെ കൊല ചെയ്യപ്പെടുന്ന രക്തസാക്ഷികളായിട്ട് മാറിയ കാലഘട്ടമൊക്കെ ഉണ്ട്. പക്ഷെ അത് കഴിയുമ്പോൾ പിന്നെ അതിൽ നിന്ന് ഉയർത്തു വരുന്ന ഒരു ജനവിഭാഗത്തെയാണ് നമുക്ക് എല്ലായിടത്തും കാണാനായിട്ട് സാധിക്കുക. ഇപ്പോഴെന്നെ വടക്കേ ചില കഴിഞ്ഞ കാലങ്ങളിൽ കത്തോലിക്കർക്ക് പീഡനം ഉണ്ടായി കാടുകളിലേക്ക് ഒളിച്ചു പോകേണ്ട സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവർ തിരിച്ചു വന്ന് പഴയതിനേക്കാൾ നല്ല വിശ്വാസത്തിൽ വളർന്നു വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് പലയിടത്തും കാണാൻ സാധിക്കുന്ന ഒന്ന് തന്നെയാണ്. നമ്മൾ പലരെയും ഇപ്പോൾ കേരളത്തിലുള്ള പലരെയും വടക്കേ ഇന്ത്യയിൽ വെച്ച് കൊന്ന റാണി മരിയ പോലുള്ള കൊന്ന് അവിടെയൊക്കെ ഭയങ്കര വിശ്വാസം വളർന്നെടുക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഭയപ്പെടേണ്ട കാര്യമില്ല എന്നെനിക്ക് തോന്നുന്നു. അങ്ങനെ ഭയത്തിൻ്റെ ഇത് ഈ ഒരു സാഹചര്യം ആ പ്രതിസന്ധിയിൽ നിന്ന് നമ്മളിങ്ങനെ പോവുകയാണ്. പക്ഷേ അതേസമയം എല്ലാവരും അവരുടെ വിശ്വാസം അതിൻ്റെ ആഴത്തിൽ തന്നെ സൂക്ഷിച്ചുകൊണ്ട് പോകുന്നതായിട്ട് ഇന്ന് മനുഷ്യൻ്റെ ഭൗതികതയുടെ ഒരു പിന്നെ ഇതിൻ്റെ ഫലമായിട്ടാണ് ഇതെല്ലാം വന്നതായിട്ട്, ഇത് ദൈവത്തിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു വഴിയായിട്ട് കൂടെ കാണുന്ന വലിയൊരു ശതമാനം ആൾക്കാരെ പിന്നെ ഞാൻ കാണുന്നുണ്ട്, അവർ ഷെയർ ചെയ്യാറുമുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി ഒരു കൂടുതലങ്ങ് ആശങ്കപ്പെട്ട് പോകേണ്ട കാര്യമില്ലാതിരിക്കുന്നത്. പക്ഷേ അതൊക്കെ അങ്ങ് കാലം മാറും ഇതിനേക്കാൾ വേറെ രീതിയിൽ അത് വളരെ ശക്തമായിട്ട് വരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അച്ഛൻ്റെ കുടുംബത്തെക്കുറിച്ച് അറിയാനുള്ളൊരു താല്പര്യമുണ്ട്. എങ്ങനെയാണ് അച്ഛൻ്റെ ഒരു ബാല്യകാലം, എങ്ങനെയായിരുന്നു സെമിനാരി ജീവിതം? ഞാൻ എൻ്റെ മാതാപിതാക്കളും വളരെ നല്ലവരായിരുന്നു. അതാണ് എനിക്ക് പറയേണ്ടത്. അവരെ പറ്റി എനിക്ക് ഭയങ്കര ബഹുമാനവും ആദരവാണ് എൻ്റെ സ്വന്തം മാതാവിനെ പറ്റി. അതിനേക്കാൾ ഉപരിയായിട്ട് അത് അവരുടെ കുടുംബങ്ങൾ രണ്ടുപേരുടെ അമ്മയുടെ അപ്പൻ കുടുംബവും തന്നെ നല്ല വിശ്വാസ പാരമ്പര്യമുള്ള, ഏറെ പ്രത്യേകിച്ച് ഞാൻ അമ്മയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ വളർന്നത് ശരിക്കും. അപ്പോൾ അവിടെ അമ്മയുടെ അപ്പൻ ഒരു 55 വർഷം ഉപദേശിയായിരുന്നു, മുള്ളുള്ള ഉപദേശി, പഴയ പള്ളിയുടെയും എല്ലാം ഉപദേശിയായിരുന്ന പറയമുള പള്ളി ഉണ്ടായിരുന്നപ്പോഴും അവിടെ ഉപദേശിയായിരുന്നു. അവിടെ നിന്ന് മുള്ളുള്ള പള്ളിയിലേക്ക് വന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ പിന്നെ അദ്ദേഹം ഞാൻ ഉപദേശിച്ച എല്ലാ വീടുകളിലും കയറി ഇറങ്ങി നടക്കുന്ന, അതോടൊപ്പം ആൾക്കാരെ സ്നേഹിക്കുന്ന, കർശനമായിട്ട് ഉപദേശിക്കുന്ന ഒരാളായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അത് എന്നെയും കൂടെ കുഞ്ഞായിരുന്നു, എന്നെയും കൂടെ കൊണ്ട് വീടുകളിലേക്ക് പോയത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ച് ഇങ്ങനെ പോയ ആ ഒരു ഇതാണ്. അപ്പോൾ അതിലൂടെ വളർന്നു വന്ന ഒരു വിശ്വാസമാണ് എനിക്കുള്ളത്.
അതുകൊണ്ട് എന്നെ പിന്നെ മാതാപിതാക്കൾ നല്ല വിശ്വാസം വളർത്തി. ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ തന്നെ ഒരു 3 കിലോമീറ്ററോളം ഉണ്ട് ഞങ്ങൾ പള്ളിയിലോട്ട് പോകാനായിട്ട് എൻ്റെ വീട്ടിൽ നിന്ന്. നടന്നാണ് പോകേണ്ടത്. എന്നാലും ഇടയ്ക്കൂടെ നടന്ന് കൂട്ടുകാരുമായിട്ട് ഞാൻ നല്ല രസമായിട്ട് അങ്ങനെ ഞങ്ങൾ പള്ളി പോയി. തിരുവാല സഖ്യം എന്ന് പറഞ്ഞാൽ ഇന്ന് ലിറ്റില്ലേ, അന്ന് കുട്ടികൾക്ക് തിരുവാല സഖ്യം എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിൽ കൂടെ ഞാൻ വളർന്നു വന്ന ഒന്നാണ്. എൻ്റെ പിതാവും അധ്യാപകനായിരുന്നു, അമ്മ ഒരു പിന്നെ മരിയ ഭക്തയായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ ആ ജീവിതവും പ്രാർത്ഥനയും എല്ലാം തന്നെ എൻ്റെ ജീവിതത്തിൽ വളരെ ശക്തമായിട്ട് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൂടെയാണ് ഞാൻ വളർന്നത്. അവർ ഞാൻ പിന്നെ ഇത് അതുകൊണ്ട് തന്നെ അവർ ഒരു അധ്യാപകനായിരുന്നു എൻ്റെ പിതാവ്. വിൻസെൻ്റ് പോളിൻ്റെ ആദ്യത്തെ മുള്ളോളയിലെ പ്രസിഡൻ്റായിരുന്നു എൻ്റെ പിതാവ്. 68 മറ്റാണ് 68 മറ്റാണെന്ന് തോന്നുന്നു. അവിടെ ആദ്യമായിട്ട് വിൻസെൻ്റ് പോൾ സാക്കി എൻ്റെ ഫസ്റ്റ് പ്രസിഡൻ്റ് എൻ്റെ പിതാവായിരുന്നു. 68 തോന്നുന്നു. അപ്പോൾ പിന്നെ അപ്പം അങ്ങനെയൊക്കെയുള്ള അതിലൂടെ വളർന്നു വന്ന് ഞങ്ങൾ വിശ്വാസത്തിൽ, വിദ്യാഭ്യാസത്തിൽ, മറ്റുള്ളവരായിട്ട് നല്ല ബന്ധത്തിൽ എന്ന് പറയുമ്പോൾ എൻ്റെ പിതാവ് അവിടെയുള്ള വിദ്യാഭ്യാസം അധികം ഇല്ലാത്തവരാണ്. അവർക്ക് പഞ്ചായത്തിൽ പോകാനും മറ്റുള്ളവർക്ക് ഇങ്ങനെ എഴുത്തെഴുതി കൊടുക്കുന്ന, സഹായിക്കുന്ന എല്ലാ ദിവസവും രാവിലെ കുറേ അധികം പേര് വരും. അവർക്കെല്ലാം സഹായിക്കുക, എഴുതി കൊടുക്കുക. അത് കണ്ടാണ് ഞാൻ വളർന്നത്. അപ്പോൾ സ്വയമായിട്ട് അതെല്ലാം എൻ്റെ ജീവിതത്തിൽ ഒരു വ്യത്യസ്ത മനോഭാവം രൂപപ്പെടുത്താനായിട്ട് എന്നെ അത് സഹായിച്ചു. അതിലൂടെ വന്നു. ഇപ്പോൾ അങ്ങനെ പിന്നെ ഒരു സെമിനാരിലേക്ക് പോയി. സെമിനാരിൽ ഇപ്പോൾ അവിടെയും അങ്ങനെ തന്നെയാണ്. പക്ഷെ അവിടെ കുറച്ചുകൂടി ഞാനൊരു സ്വതന്ത്രമായിട്ടുള്ള ഒരു ഇതിലൂടെയാണ് പോകാൻ ശ്രമിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിയമങ്ങളൊക്കെ വന്നപ്പോൾ അത് എൻ്റെ മനസ്സിൽ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒത്തിരി വരുത്തി. പൊതുവിൽ ഈ സെമിനാരിയിൽ അച്ഛൻ്റെ കൂടെ പഠിച്ച ഒരു ബാച്ച്മാറ്റ്സിനുമായിട്ടെല്ലാം ഇപ്പോഴും അച്ഛൻ നല്ല ബന്ധം പുലർത്തുന്ന ഒരു ബിഷപ്പ് ഇപ്പോഴും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരുമായിട്ടുള്ളൊരു ബന്ധം എങ്ങനെ ഇപ്പോഴും സുദൃഢമായിട്ട് തുറന്നു പോവുകയാണ്? തീർച്ചയായിട്ടും. ഞങ്ങളിപ്പോൾ ജാൻസി പിന്നെ ബിഷപ്പ് ഞങ്ങളുടെ ക്ലാസ്മേറ്റാണ്. അതോടൊപ്പം പിന്നെ കല്യാൺ രൂപയുടെ ജോസഫ് എലവനാൽ, പിന്നെ തോമസ് എലവനാൽ, അദ്ദേഹം ഞങ്ങളുടെ ക്ലാസ്മേറ്റാണ്. അവരായിട്ട് നല്ല ബന്ധവും അടുപ്പമൊക്കെ ഉണ്ട്. കൂടെ വിളിക്കാറുമൊക്കെ ഉണ്ട്. പഴയ ഇവിടെ നിന്ന് വിട്ടുപോയവരുമായിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ട്. അതാണ് ഒന്നത്. 2, ഞാൻ പറഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പിന്നെ നമ്മുടെ ജീവിതം, അതിൽ വൈദികൻ, മറ്റുള്ള എല്ലാത്തിനും ഈ വൈദികരായിട്ട് ചിലരൊക്കെ വിട്ടുപോയവരുണ്ട്. ഞാൻ അവരെ ഒരിക്കലും പിന്നെ വിട്ടുപോയി എന്നുള്ള രീതിയിൽ അവരെ കാണാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടില്ല. അവരുടെ നല്ല ബന്ധം എനിക്ക് എപ്പോഴും ഉണ്ട്. കൂടെ വിളിക്കും. ചിലപ്പോൾ ഒരു ക്രിസ്മസിന് മുമ്പായിട്ട് അവർ ഒരുമിച്ച് കൂടും. ഞാൻ പോകാറുണ്ട്. എനിക്ക് ഈ ചോദിക്കുന്നതിൽ വിഷമമുണ്ടെങ്കിലും ഈ കോവിഡ് കാലത്ത് തന്നെ അച്ഛൻ്റെ 2 നഷ്ടങ്ങൾ ഉണ്ടായതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. അച്ഛൻ ഈ ദിവസങ്ങളിൽ വളരെ ഒറീഡുമായിരുന്നു. അച്ഛൻ അതിൽ കുറച്ച് സംഘർഷം അനുഭവിച്ച ഒരാളുമാണ്. 2 സഹോദരങ്ങളുടെ വിയോഗം ഈ കോവിഡ് കാലത്ത് ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അച്ഛൻ്റെ എത്രത്തോളം വിഷമമുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു സഹോദരങ്ങളുമായിട്ടുള്ളൊരു ബന്ധം അച്ഛൻ്റെ? ഞങ്ങൾ തമ്മിൽ ഞങ്ങൾ 8 പേരായിരുന്നു. നല്ല പിന്നെ പരസ്പര ആഴമായ ബന്ധം ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നു. അതിൽ പ്രത്യേകിച്ച് എൻ്റെ മൂത്ത ബ്രദർ ഇപ്പോൾ മരിച്ച ഈ ഒക്ടോബർ 8-ാം തീയതി മരിച്ച പിന്നെ ലോറൻസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. പക്ഷേ എഴുത്തുകുത്തുകളുടെ സുകുമാരൻ എന്നാണ്. അദ്ദേഹമായിട്ട് നല്ല ബന്ധം. അദ്ദേഹം കുടുംബത്തിന് വേണ്ടിയല്ല പിതാവിനോടൊപ്പം ഒന്ന് ചെയ്ത ഒരാളാണ്. ഞങ്ങളൊക്കെ ഭയങ്കരമായിട്ട് സ്നേഹിച്ച ഒരാൾ. വൈദികനായ എന്നെ പ്രത്യേകിച്ച് വലിയ സ്നേഹം എൻ്റെ അടുത്തുണ്ടായിരുന്നു. അതോടൊപ്പം പിന്നെ എല്ലാവരും അത് തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ അപ്പനും അമ്മയൊക്കെ മരിച്ച് ഏത് 2001-ലും മരിച്ചു കഴിഞ്ഞപ്പോഴും ഞാൻ പിന്നെ അതുവരെ ഓണം, ക്രിസ്മസ്, ഈസ്റ്ററിൽ ഞാൻ വീട്ടിൽ പോകുമായിരുന്നു. പിന്നീട് എൻ്റെ ചേട്ടൻ്റെ വീട്ടിലാണ് എല്ലാ വർഷവും പോകുന്നത്. ഓണത്തിന്, ക്രിസ്മസിന്, ഈസ്റ്ററിന് പോകുന്നത്. അപ്പോൾ എപ്പോഴും കുറച്ച് വൈദികരെ കൂടെ കൊണ്ടുപോകും. അത് എപ്പോഴും കൂടുതൽ ആൾക്കാരെ കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്ന ആളാണ്. എപ്പോഴും എത്ര പേര് കൊണ്ടുവന്നാലും അദ്ദേഹം പിന്നെ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ. ആ ഒരു മനസ്സുള്ള, ആ ഒരു വിശാല മനസ്സുണ്ട്. അപ്പോൾ എനിക്ക് 3 നഷ്ടങ്ങൾ 10 മാസത്തിനകത്തുണ്ടായി. കഴിഞ്ഞ പിന്നെ നവംബർ 25-ന് എൻ്റെ സഹോദരൻ്റെ ഭർത്താവ് മരിച്ചു. ഡയാലിസിസ് ചെയ്യുന്ന ഒരാളായിരുന്നു, മരിച്ചു. ഏപ്രിൽ 13-ന് എൻ്റെ 2ാമത്തെ ബ്രദർ മരിച്ചു. ഡയാലിസിസ് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ, പുള്ളി മരിച്ചു. ഒക്ടോബർ 8-ാം തീയതി എൻ്റെ പിന്നെ മൂത്ത ബ്രദർ മരിച്ചു. അത് സ്വാഭാവികമായിട്ട് തന്നെ മറ്റെല്ലാവരെക്കാളും ഉപരിയായിട്ട് മൂത്ത ബ്രദർ മരിച്ചത് ഞാൻ അറിയാതെ ഒത്തിരി എന്നെ അങ്ങ് പിടിച്ച് കുലുക്കി. ഞാൻ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ച ഒന്നല്ല. പിന്നെ ഭയങ്കരമായിട്ട് എന്നെ പിടിച്ചു കുലുക്കി. അതിൽ നിന്ന് ഞാൻ വിമുക്തി പ്രാപിച്ച് വരുന്നതേ ഉള്ളൂ. ഞാനത് പുറത്തോട്ട് പറയാറില്ല. കാരണം അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ പിന്നെ അംഗീകരിക്കുന്ന ഒന്ന്. അത് പിന്നെ മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നമ്മുടെ കാര്യമില്ല, ദൈവത്തിൻ്റെ കാര്യമാണ്. എപ്പോഴും നമുക്ക് പറയാൻ പറ്റുമൊന്നുമില്ല. അത് പറയുമ്പോൾ ഈ കോവിഡ് കാലത്ത് നമ്മൾ ഒളിച്ചിരുന്നുകൊണ്ടൊന്നും, ഒളിച്ചിരുന്നാലും പിന്നെ ഇത് പ്രവർത്തിച്ചാലും
ദൈവം നമുക്ക് നൽകിയൊരു സമയമുണ്ട്. ആ സമയത്ത് നമ്മൾ പോയിരിക്കും. അത് ഒളിച്ചിരുന്നാലും പുറത്ത് ഇറങ്ങി നടന്നാലും അതേ സംഭവിക്കുള്ളൂ. അപ്പോൾ അത് പിന്നെ അവർക്ക് എൻ്റെ ചേട്ടന്മാരുടെ ജീവിതത്തിൽ അത് ഞാൻ രണ്ടിത് വന്നു. അപ്പോൾ മൂത്ത ബ്രദർ മരിച്ചതിനെ വല്ലാതെ പിന്നെ കാരണം അത്രയും ആഴമായൊരു അടുപ്പം പിന്നെ ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നു. ഇപ്പോഴും ഞാനത് വിമുക്തി പ്രാപിച്ച് വരുന്നതേ ഉള്ളൂ. ശരി, മുന്നോട്ട് പോകുന്നു. ഈ തെക്കൻ കേരളത്തിൽ ഇങ്ങനെ അറ്റത്ത് കിടക്കുന്ന പാറശാല രൂപത കഴിഞ്ഞാൽ നെയ്യാറ്റിൻകര രൂപത എന്നാണ് പറയുന്നത്. അതെ അതെ. അപ്പോൾ പാറശാല രൂപത ഈ തൊട്ടടുത്ത് ഇടക്കാലങ്ങളിൽ വന്നൊരു രൂപതയാണ്. അതിനു മുമ്പ് തെക്കൻ കേരളത്തിൽ ഏറ്റവും അറ്റത്ത് കിടന്ന ഒരു രൂപതയാണ് നമ്മുടെ രൂപത. അതെ. അപ്പോൾ പൊതുവിൽ പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ഒരു രൂപത എന്ന് പറഞ്ഞ് നമ്മുടെ സാധാരണ എല്ലാ രൂപതകളും പറയും പിന്നോക്കത്തിൽ നിൽക്കുന്ന ഒരു രൂപതയാണ്. പൊതുവിൽ പുനലൂർ രൂപതയും ആ ഒരു പിന്നോക്കാവസ്ഥ ഉള്ള രൂപതയാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് രാഷ്ട്രീയമായിട്ട് കുറേ നമുക്ക് ഉയരാൻ പറ്റിയ സാമൂഹിക പ്രവർത്തനങ്ങൾ നമ്മുടെ മൊത്തമായിട്ടുള്ള രൂപതയുടെ പ്രവർത്തനങ്ങൾ എടുക്കാൻ മുന്നോട്ട് വന്നു. ഈ പിന്നോക്കാവസ്ഥ മാറാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ പൊതുവിൽ എന്തെങ്കിലും അൽമായരുടെ ഭാഗത്തു നിന്നോ വൈദികരുടെ ഭാഗത്തു നിന്നോ എന്തെങ്കിലും ചെയ്യണമെന്നുള്ളൊരാഗ്രഹം അച്ഛനുണ്ടോ? അതായത് ഈ രൂപത വരുമ്പോൾ കേട്ടോ, ഈ നമ്മൾ പിന്നെ ഈ ആശ്രയത്വം കൂടുതൽ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് രൂപത വരുന്നത്. പിന്നെ അതിൽ നിന്ന് നമ്മുടെ ഉള്ളൊരു ശ്രമം, ഇപ്പം ബിഷപ്പിൻ്റെയും നമ്മുടെ എല്ലാവരുടെയും ശ്രമം തന്നെ, അതായത് സ്വാശ്രയത്വത്തിലേക്ക് വരണം, സ്വന്തം കാലിൽ നിൽക്കണം. അതിൻ്റെ ആ ചിന്തകളും അതിൻ്റെ പ്രവർത്തനങ്ങൾ, അതിൻ്റെ ക്ലാസ്സുകളൊക്കെയാണ് അന്ന് വരെ നമ്മൾ കൊടുത്തു തുടങ്ങിയത്. സ്വന്തം കാലിൽ നിന്ന് അത് മാത്രമേ നമ്മൾ മറ്റുള്ളവരെ ആശ്രയിച്ച്, അതായത് നമ്മളൊരു ചൊല്ലുണ്ടല്ലോ, ഈ പിന്നെ മീൻ പിടിച്ചു കൊടുക്കുകയല്ല, മീൻ പിടിക്കാൻ പഠിപ്പിക്കുക. അപ്പോഴേക്കും സ്വന്തമായിട്ട് അത് പഠിച്ച് സ്വന്തമായിട്ട് വളരുന്ന ഒന്നിലേക്ക് വരും. ഈ ഒരു ചിന്തയാണ് നമ്മളെപ്പോഴും അതിനെ കൊടുത്തുകൊണ്ടിരുന്നത്. സ്വന്തമായിട്ട് മറ്റുള്ള ആശ്രയം നമുക്ക് ഒരാൾക്ക് കൊടുത്ത് ഒത്തിരി കാലം കൊടുക്കാനായിട്ട് പറ്റില്ല. പിന്നെ മറിച്ച് അവരെ അത് സ്വാശ്രയത്വം പഠിപ്പിച്ച് ആശ്രയത്വം ഒഴിവാക്കി അവരെ അതിലൂടെ ഉത്ബുദ്ധരാക്കി മുകളിലോട്ട് വളർന്നൊരു ജനവിഭാഗം ഉണ്ടാകണം. അത് തന്നെയാണ് എപ്പോഴും കൊടുത്തത്. അതും ഒത്തിരി ഗുണം ചെയ്തിട്ടുണ്ട്. ഒത്തിരി ഗുണം ചെയ്തെന്ന് പറഞ്ഞാൽ ഈ ആശ്രയത്വം ഒരുപാട് പിന്നെ ഒത്തിരി കളഞ്ഞിട്ട് സ്വാശ്രയത്വത്തിലേക്ക് വരികയും അതിലൂടെ എല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ കുടുംബങ്ങളായിരുന്നാലും ഒരു പള്ളി വയ്ക്കുന്ന കാര്യത്തിന് പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ വിദേശ സഹായം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കിട്ടട്ടെ എന്ന് നോക്കിയിരിക്കും. ഇപ്പോൾ അതല്ല, ആൾക്കാർ ഒരുമിച്ച് കൂടി അവർ തന്നെ പൈസ ഉണ്ടാക്കി അവർ പള്ളി വയ്ക്കുന്ന ഒന്നിലേക്ക് പോയിട്ട് അങ്ങനെ ഒത്തിരിയേറെ എല്ലാ കാര്യങ്ങളും ആ ഒരു ഇതിലേക്ക് കടന്നു വന്നതായിട്ട് കാണാൻ സാധിക്കും. അതോടൊപ്പം ഈ നമ്മൾ പ്ലാനും ബഡ്ജറ്റൊക്കെ തയ്യാറാക്കി പോകുന്നതിൻ്റെ വെളിച്ചത്തിൽ എല്ലാ വർഷവും ഒരു പ്ലാനും ബഡ്ജറ്റും തയ്യാറാക്കി ഒരു വിഷയം എടുക്കുകയും അതിൻ്റെ വെളിച്ചത്തിലാണ് പോകുന്നത്. അതും ഒത്തിരി സഹായം. നമ്മുടെ നമുക്കുള്ള സമ്പത്ത് ഇത്രയുണ്ട്, 10 രൂപ ഉണ്ട്. അപ്പോൾ 10 രൂപ വെച്ചുള്ള ബഡ്ജറ്റ് നമ്മൾ ഇട്ട് പോകുക. അല്ലാതെ പിന്നെ അത് 100 രൂപയുടെ ബഡ്ജറ്റ് ഇട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ചെന്ന കുഴിയിൽ വീഴും. അതിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ക്രമീകരിച്ചാൽ എത്ര ഭംഗിയായിട്ട് അടുത്ത വർഷം കുറച്ചുകൂടെ ഒരു പടി കൂടെ, ഇപ്പോൾ ഇത്രയും വളർന്ന് അടുത്ത വർഷം അല്പോടെ വളരണം. ആ ഒരു വളർച്ചയിൽ നമ്മൾ ഒത്തിരി വളർന്നിട്ടുണ്ട്. നമ്മുടെ പിന്നെ മാനവശേഷിയിൽ ഒത്തിരി വളർന്നു. നമ്മുടെ അൽമായ പിന്നെ പങ്കാളിത്തത്തിലും നേതൃത്വത്തിലൊക്കെ നമുക്ക് ഒത്തിരി വളരാൻ സാധിച്ചു. ഈ 25 വർഷം കൊണ്ട് ഒത്തിരി വളരാനായിട്ട് സാധിച്ചു. അങ്ങനെ ഒത്തിരിയേറെ ഗുണങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടായി. അത് പടിപടിയായിട്ട് നമ്മൾ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. അതിലൂടെ വളർച്ചയിലേക്ക് പോവുക, വേറെ നമ്മൾ പോകേണ്ട കാര്യമില്ല. ഇത് തന്നെ ഇപ്പോൾ ഈ വർഷം ഇതുവരെ എത്തി, അടുത്ത വർഷം ഒരു പടി കൂടെ, അതിനടുത്ത വർഷം അല്പൂടെ, എല്ലാ തരത്തിലുള്ളൊരു വളർച്ച, എല്ലാ തരത്തിലും. അത് വ്യക്തിപരമായിരുന്നാലും കുടുംബമായിരുന്നാലും പിന്നെ നാടായിരുന്നാലും ഇടവകയായിരുന്നാലും രൂപതയായിരുന്നാലും പൊതുവായിട്ടായിരുന്നാലും അത് മറ്റുള്ളവർ പോലെ നിൽക്കുന്ന, അതുപോലെ പിന്നെ അവർക്ക് അസൂയ വരുത്തത്തെ ഇതിൽ അവരെപ്പോലെ ചെന്നെത്തുന്ന ഒരു സമൂഹമായിട്ട് വളർന്നു വരണം. ഈ ഒരു രീതിയിലാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ഈ സംസാരം ഏകദേശം അവസാനിപ്പിക്കുമ്പം അവസാനമായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, എനിക്ക് തോന്നുന്നു മദർ തെരേസയുടെ കൂടെ നമ്മുടെ രൂപതയിൽ ഉള്ള വൈദികർ മദർ തെരേസയുടെ കൂടെ യാത്ര ചെയ്യുകയും കുറച്ച് സമയമെങ്കിലും ആയിരിക്കാൻ ഒരു ഭാഗ്യം കിട്ടിയൊരു വൈദികരാണ്. അപ്പം ആ ഒരു അനുഭവം എങ്ങനെയാണ് അച്ഛൻ പങ്കുവയ്ക്കുന്നത്? എനിക്ക് പിന്നെ ചിന്തിക്കും തോറും അത് എൻ്റെ ജീവിതത്തിൽ വളരെ അനുഗ്രഹം നൽകിക്കൊണ്ടിരിക്കുന്ന ഇന്നും നൽകുന്ന ഒന്ന് ആണ് അവരുടെ ഒരു സാന്നിധ്യം. മദർ തെരേസ സിസ്റ്റേഴ്സ് ഞാൻ ചെന്നതുപോലെ അവിടെ അരുവിക്കര വെമ്പന്നൂർ പള്ളിയിൽ ഞാൻ പിന്നീടാണ് അവിടെ അരുവിക്കര പോയി ശാന്തി നഗർ എന്ന് പറഞ്ഞ പേര് പിന്നെ അവിടത്തേക്ക് കൊടുത്തു. അതാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്, ശാന്തി നഗർ വെമ്പന്നൂർ. അതാണ് ആ പള്ളിയായിട്ട് ബന്ധപ്പെട്ട സ്ഥലത്ത് അറിയപ്പെടുന്നത്. അവരെന്നെ സഹായിക്കുമായിരുന്നു എല്ലാ തരത്തിലും. പിന്നെ വന്ന് പിന്നെ മതബോധന ക്ലാസ്സിന്, നഴ്സറി ക്ലാസ്സിന്, തയ്യൽ ക്ലാസ്സിന്,
മരുന്ന് കൊടുക്കാൻ, വീട് സന്ദർശനത്തിൽ എല്ലാവരും അവരെ സഹായിക്കുമായിരുന്നു. അങ്ങനെയാണ് 79 മദർ എൻ്റെ അടുക്കലേക്ക് വരിക. പ്രതീക്ഷിക്കാത്തൊരു സാഹചര്യത്തിലാണ് അവിടെ വരികയും അവിടെ ഒരു 1-2 മണിക്കൂർ അവിടെ 2 മണിക്കൂറോളം അവിടെ ചിലവഴിച്ചിട്ട് പിന്നെ അവരോട് ജീപ്പിൽ കയറി എനിക്ക് അവരോടൊപ്പം കുന്നൂഴിയിൽ ചെന്ന് അവിടെ ചെന്ന് അവരുടെ ഊണ് കഴിക്കാനും എല്ലാം അങ്ങനെ ഒരു 6-7 മണിക്കൂർ സമയം എനിക്ക് അവരുമായിട്ട് ചിലവഴിക്കാൻ സാധിച്ചു. അത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് നേരത്തെ ഉണ്ടായിരുന്ന അടിസ്ഥാനപരമായ ജീവിതത്തിൽ കുറച്ചുകൂടെ മാറ്റം വരുത്താൻ സഹായിച്ചു. ഈ പാവപ്പെട്ടവർക്ക് വേണ്ടി കുറച്ചുകൂടെ പ്രവർത്തിക്കാനായിട്ടുള്ളൊരു പ്രചോദനം ഈ അമ്മയിലൂടെ എനിക്ക് തീർച്ചയായിട്ടും ഉണ്ടായി. അവരുടെ ആ ലാളിത്യം, ലളിതമായ ഒരു മൊത്തം നോക്കുമ്പോൾ അതാണ് വളരെ ഒരു ലളിതമായി ഞാൻ അല്പം ഒന്ന് കുനിഞ്ഞ് ഇങ്ങനെയുള്ള ഒരു ഇപ്പോഴെൻ്റെ മനസ്സ് നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ്. ലോകം മുഴുവൻ അറിയപ്പെടുന്ന നോബൽ സമ്മാനമെല്ലാം മേടിച്ചുകൊണ്ട് ഇങ്ങനെ അറിയപ്പെട്ട് നിൽക്കുന്ന ഒരാൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഒന്നുമല്ലാത്തതുപോലെ നിൽക്കുന്ന ഒരനുഭവം. അവിടെ നമ്മളൊന്നുമല്ല, അതാണ് എനിക്ക് വലിയതാണ്. അപ്പോൾ അവരുടെ ആ ഒരു ജീവിതശൈലിയുടെ പ്രാർത്ഥന ശൈലിയും അതോടൊപ്പം പിന്നെ അവരുടെ പ്രവർത്തനങ്ങളും എല്ലാം ഇങ്ങനെ എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. അത് ഇന്നത്തെ എൻ്റെ ജീവിതത്തിൽ അത് തീർച്ചയായിട്ടും ഉണ്ട്. അവിടുത്തെ ഞാൻ പിന്നെ ഒരു ചോദ്യം ഞാൻ ചോദിച്ചു, എല്ലാവരും ചോദിക്കുന്ന ചോദ്യം തന്നെയാണ്. കാരണം ഇപ്പോൾ ഇങ്ങനെ ഒത്തിരി സഹായങ്ങളൊക്കെ കിട്ടുന്ന പിന്നെ അമ്മയുടെ സമയത്ത് കിട്ടുന്നുണ്ട്. വേറൊന്നും കരുതുന്നുമില്ല. മറ്റ് എല്ലാ കോൺഗ്രിഗേഷനുമൊക്കെ ഈ വിദ്യാഭ്യാസപരമായിട്ടൊക്കെ ഞാൻ നീങ്ങുന്ന ഒരു പിന്നെ സ്കൂൾ നടത്തുന്നു, കോളേജ് നടത്തുന്നു, ജോലിയിലേക്ക് പ്രവേശിക്കില്ല. അവിടെ ഒന്നുമില്ല. പിന്നെ ഭാവി എങ്ങനെയായിരിക്കും ഞാൻ? അപ്പോൾ അമ്മ പറഞ്ഞതാണ്, വിശ്വാസമുണ്ടെങ്കിൽ എല്ലാം നടക്കും. ഏറ്റവും പ്രധാനപ്പെട്ട അതാണ്. അതുണ്ടെങ്കിൽ എല്ലാം ദൈവം നോക്കിക്കോട്ടും. അതാണ് അവർ പറഞ്ഞത്. അത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആ നിമിഷം വളരെ അനുഗ്രഹീതമായിരുന്നു. അത് അവരുടെ യാത്ര വളരെ അനുഗ്രഹീതമായിരുന്നു. അവരുടെ ആ പിന്നെ ആ ജീവിതം എല്ലാം തന്നെ ഇന്ന് എൻ്റെ ജീവിതത്തിൽ വളരെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്, എൻ്റെ ജീവിതത്തിൽ പ്രവർത്തനത്തിൽ. പൊതുവിൽ അച്ഛൻ ഈ വൈദികരുടെ ഒരു കൂട്ടായ്മ എടുക്കുമ്പോൾ, നമ്മളെ രൂപതയിലെ വൈദികരുടെ കൂട്ടായ്മ എടുത്താലും ശരി, പൊതുവിൽ മറ്റുള്ള രൂപതകളിലെ വൈദികരുടെ കൂട്ടായ്മ എടുത്താൽ ഒരു വൈദികരുടെ അടുത്തെല്ലാം ഒരു സ്നേഹ മനോഭാവത്തോടെ ഒരു പിതാവിൻ്റെ തലോടൽ അല്ലെങ്കിൽ പിതാവ് സംസാരിക്കും പോലെയാണ് അച്ഛൻ വൈദികരെ എല്ലാം കാണുന്നത്. എങ്ങനെയാണ് നമ്മുടെ രൂപതയുടെ ആയാലും പൊതുവിൽ നമ്മുടെ വൈദികരുമായിട്ടുള്ളൊരു ബന്ധങ്ങൾ എങ്ങനെയാണ് അച്ഛൻ കാത്തു സൂക്ഷിക്കുന്നത്? ഞാൻ കാണുന്ന എപ്പോഴും ഇതാണ്. അതായത് വൈദികർ കുടുംബമെല്ലാം ഉപേക്ഷിച്ച് വന്നിരിക്കുന്നവരാണ്. അവരെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ദൗത്യമാണ്. നമ്മുടെ ദൗത്യം വേറെ ഒന്നുമല്ല. അത് തന്നെയാണ് എൻ്റെ മനസ്സിൽ അടിസ്ഥാനപരമായിട്ടുള്ളത്. അപ്പോൾ വൈദികർ വലിയവരാരും ചെറിയവരെന്നാലും എൻ്റെ സഹോദരൻ, എൻ്റെ കൂടെ സഹപ്രവർത്തകരുമാണ്. അപ്പോൾ ഞാനൊരു ജോലി ചെയ്യുന്നു, അവരും ഓരോ സ്ഥലത്ത് ജോലി ചെയ്യുന്നു. പക്ഷേ അവർ ആ ജോലിയിൽ പ്രവർത്തിക്കുന്ന, പക്ഷെ അവർ നമ്മുടെ സഹപ്രവർത്തകരാണ്. അവരങ്ങനെ തന്നെ കാണണം, എൻ്റെ മതിയാവും. അപ്പോൾ ആ രീതിയിൽ അതുകൊണ്ടാണ് അവർക്കൊരു ആവശ്യം വരുമ്പോൾ നമ്മളെപ്പോഴും ഞാൻ അവിടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നത്. അവർക്കൊരു രോഗം വരുമ്പോൾ അവിടെ ആയിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അവർക്കൊരു പ്രതിസന്ധി വരുമ്പോൾ പിന്നെ അവരോട് ആയിരിക്കാനായിട്ട്, അതിനെ അതിജീവിക്കാനായിട്ട് പിന്നുള്ള ശക്തിയായിട്ട് നമ്മുടെ കൂടെ ആയിരിക്കാനായിട്ട്. യേശു തന്നെ കണ്ടില്ലേ, പിന്നെ പത്രോസ് ഇങ്ങനെ പിന്നെ യേശു കടലിലൂടെ പോയപ്പോൾ പത്രോസ് ഞാൻ ചെന്ന്, അങ്ങ് കടലിലൂടെ വരുന്ന ഞാൻ വരട്ടെ എന്ന് വരാൻ പറഞ്ഞു. അത് നടന്നത് സംശയമായി, താന്ന്. അപ്പോഴേക്കും യേശു കൈപിടിച്ച് ഉയർത്തിട്ട് പറഞ്ഞു, അല്പവിശ്വാസം എന്തിനു സംശയിച്ചു, ഞാൻ കൂടെ ഇല്ലേ. അതാണ് നമുക്കും ചെയ്യാൻ പറ്റുന്ന, അത് തന്നെയാണ്. അവർക്ക് അവരുടെ ജീവിതത്തിൽ ബലം നൽകുക എന്നുള്ള ഇത് തന്നെയാണ്. കുറവുകളും നന്മകളും എല്ലാവരുടെ ജീവിതത്തിലുണ്ട്, നമ്മുടെ ജീവിതത്തിലുണ്ട്, എൻ്റെ ജീവിതത്തിലുണ്ട്, അത് തീർച്ചയായും ഉണ്ട്. അപ്പോൾ അവിടെയെല്ലാം അവർക്കൊരു സാന്നിധ്യമായിട്ട് മാറുക, ശക്തി കൊടുക്കുക. ഈ കുടുംബത്തിലുള്ളവർക്ക് അങ്ങനെ നിൽക്കാൻ പറ്റില്ല. അവർക്ക് നമ്മുടെ ഇവിടെ നിൽക്കാനായിട്ട് പറ്റില്ല. നമുക്ക് നമ്മളേ ഉള്ളൂ, വേറെ ആരുമില്ല. അപ്പോൾ ഇടവേലായിരുന്നാലും അവിടെയും ഒരു വേറെ പല ഇതിലേക്കും വരും. പക്ഷേ വൈദികരുടെ എന്ന് പറയുന്നത് നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെയായിരുന്നു. അതുകൊണ്ട് ഞാൻ എപ്പോഴും വൈദികരുടെ ആ കൂട്ടായ്മ സാന്നിധ്യം ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന, അഭിമാനം കൊള്ളുന്ന, ആ സമയത്ത് ഞാൻ വളരെ സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ. അതാരായിരുന്നാലും, കൊച്ചായിരുന്നാലും വലുതായിരുന്നാലും. തീർച്ചയായും നമ്മൾ മോൺസിഞ്ഞൂറിൻ്റെ ഒരു ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് മീറ്റിംഗ് പോയിന്റിൽ മോൺസിഞ്ഞൂറിനെ നമ്മൾ ഉൾപ്പെടുത്തിയത്. മോൺസിഞ്ഞൂറിൻ്റെ അടുത്ത് ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്നാൽ ഇങ്ങനെ അനുഭവങ്ങൾ പറഞ്ഞ് മണിക്കൂറുകളോളം നമുക്ക് മോൺസിഞ്ഞൂറുമായിട്ട് സംസാരിക്കാൻ പറ്റും. മോൺസിഞ്ഞൂറിൻ്റെ ജീവിതാനുഭവങ്ങളെന്ന് പറഞ്ഞാൽ ഒരു വലിയ തുറന്ന പുസ്തകം പോലെയാണ്. എപ്പോഴും ആർക്കും സമീപിക്കാവുന്ന, ഏത് സമയവും
മൊബൈലിൽ വിളിച്ചാൽ എടുക്കുന്ന എത്ര അർദ്ധരാത്രിയും വിളിച്ചാൽ നമുക്ക് കോളിൽ അപ്പുറത്ത് ഹലോ എന്നുള്ള സൗണ്ട് കേൾക്കുന്ന ഒരു 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 ജീവിതത്തിൻ്റെ ഉടമയാണ് മോൺസിഞ്ഞോർ ക്രിസ്തുദാസ് അച്ഛൻ. അപ്പോൾ തീർച്ചയായും നമ്മോടൊപ്പം ഇത്രയും സമയം അച്ഛൻ്റെ ഒരു വിഷമ അവസ്ഥയിലാണ് അച്ഛൻ്റെ സഹോദരൻ മരിച്ചൊരു വിഷമ അവസ്ഥയിലായിരുന്നിട്ട് പോലും ഞങ്ങളോടൊപ്പം ഇത്രയും സമയം മീറ്റിംഗ് പോയിൻറ്റിൽ പങ്കെടുക്കുകയും അച്ഛൻ്റെ ജീവിതാനുഭവങ്ങളും ഒരു വൈദികൻ എന്നുള്ള നിലയിൽ രൂപതയെ നയിച്ചുകൊണ്ട് പോകുന്ന ആ ഒരു കരുത്തും എല്ലാം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു പറഞ്ഞു. എന്തായാലും ഇത്രയും സമയം ഞങ്ങളോടൊപ്പം അച്ഛൻ്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചതിന് മീറ്റിംഗ് പോയിൻറ്റിൻ്റെ നന്ദി അർപ്പിക്കുന്നു. താങ്ക് യു അച്ഛാ. തീർച്ചയായിട്ടും പിന്നെ ഷാനിൽ ഇങ്ങനെ വന്ന് ഇങ്ങനെ കാണാൻ ആഗ്രഹിച്ചതിൽ ഒത്തിരി സന്തോഷം, അഭിമാനം. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ എൻ്റെ വ്യക്തിപരമായിട്ട് ഇതിൽ ഇങ്ങനെ ഒരു മീറ്റിങ്ങിലേക്ക് പിന്നെ വരാഗ്രഹിച്ച ഒരാളല്ല. മറിച്ച് അത് പിന്നെ മറ്റുള്ളവർക്ക് അത് ഗുണം ചെയ്യുകയാണെങ്കിൽ, അത് നമ്മുടെ രൂപതയ്ക്ക് ഒരു അഭിമാനമായിട്ട് മാറുകയാണെങ്കിൽ ആകട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ വാസ്തവത്തിൽ ഇതിലേക്ക് വരാൻ. അതുപോലെ ഇങ്ങനെ ഒരു അവസരം വന്നതിനും തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷം, പിന്നെ നന്ദി. ദ മീറ്റിംഗ് പോയിൻറ്റിൽ മറ്റൊരു വ്യക്തിയുമായി മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. അതുവരെയ്ക്കും നമസ്കാരം.